ഹായ് എവരിവൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. ഇപ്പോൾ കുറേ നാളായ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഇടയ്ക്കൊന്ന് നാട്ടിലൊക്കെ പോയി. അപ്പോൾ ഞാൻ ഈയിടെയാണ് എൻ്റെ ഫുൾ യൂട്യൂബ് അനലിറ്റിക്സ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിയത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഔഡി കൊണ്ടു നടക്കാനുള്ള ചിലവുകളെ പറ്റി ഞാൻ ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് ഓൾമോസ്റ്റ് 7000 വ്യൂസിൻ്റെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ അതിനെപ്പറ്റി അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് അത്രയും വ്യൂസ് ഉണ്ട്, ആ ഒരു ടോപ്പിക്കിന് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാർക്ക് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഒരു ജസ്റ്റിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടോപ്പിക്ക് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല കോസ്റ്റ് ഓവർവ്യൂ വീഡിയോ ഇന്ന് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. ആൾക്കാർക്ക് വേണ്ട ആ ഒരു ഫൈനൽ നമ്പറിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓരോ ഇൻഡിവിജ്വൽ കോസ്റ്റിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ ലിസ്റ്റൊക്കെ കാണിച്ച് ആ വീഡിയോ അത്ര നന്നായിട്ടല്ല ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെയിൻ കീ നമ്പേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് അതുപോലെ തന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ കോസ്റ്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ കൂടി കൺസിഡർ ചെയ്ത് ഒരു വീഡിയോ ആണ് ഇത്തവണ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ കാറ് മേടിച്ചിട്ട് 3 വർഷവും 2 മാസമായി. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏകദേശം 52,000-53,000 കിലോമീറ്ററോളം ഈ കാർ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ കാർ പതുക്കെ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫുള്ളി തീരുമാനിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ വൈഫിനും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആയി. അപ്പോൾ പുള്ളിക്കാരത്തിങ്ങനെ വേണ്ടിയിട്ട് ചെറിയ കാറാണ് പുള്ളിക്കാരത്തേക്ക് താല്പര്യം. അപ്പോൾ ഇത് കൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. വലിപ്പം കൂടുതലായിട്ട് പാർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കാറിലേക്ക് പോകും, അല്ലെങ്കിൽ SUV-യിലേക്ക് പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്, ഹൈബ്രിഡിലേക്ക് പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ. അപ്പോൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സെമി കണ്ടക്ടർ ഷോർട്ടേജും അല്ലെങ്കിൽ ബാക്കി ഇഷ്യൂസൊക്കെ കാരണം യൂസ്ഡ് കാർ പ്രൈസസ് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അത് ദോഷവുമാണ്, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചെറിയൊരു ഗുണമാണ്. കാരണം വാങ്ങാൻ നേരത്തെ വണ്ടിക്ക് വില കൂടുതലാണ്, പക്ഷേ ഈ വണ്ടി കൊടുക്കാൻ നേരത്തെ എനിക്ക് കുറച്ച് വില കൂടുതൽ കിട്ടുകയും ചെയ്യും കഴിഞ്ഞ വർഷത്തേക്കാളും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഈ വണ്ടിയുടെ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഞാൻ വിറ്റാൽ എനിക്ക് എന്ത് വില കിട്ടും എന്നുകൂടി എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ പ്രൈസും ഞാൻ വിറ്റ പ്രൈസും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടിക്ക് വന്ന ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്രീസിയേഷനും ബാക്കിയുള്ള എല്ലാ ചിലവുകളും ഞാൻ ലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വക എല്ലാ ചിലവുകളും കൂട്ടിയിട്ട് ഈ വണ്ടി കൊണ്ടിറക്കാനുള്ള കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഫിഗറാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ടേബിളിൻ്റെ മുമ്പിലേക്ക് പോകാം. സോ ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ വീട്ടിലെത്തി, നമ്മുടെ നമ്പർ ക്രഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് ലോഗ് ചെയ്യുന്നതെന്നും ഒക്കെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ആ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോഗ് ചെയ്യുന്നത് നല്ലതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പലരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി മേടിക്കുമ്പോൾ തുടക്കത്തിൽ പലരും ഇത് ലോഗ് ചെയ്യും, പിന്നീട് ഇത് മടി കാരണം ചെയ്യാറില്ല. പക്ഷെ നമ്മളിങ്ങനെ ഡെയിലി ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഒബ്വിയസ്ലി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എല്ലാം ലോഗ് ചെയ്ത് അനലൈസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് ഇഷ്ടമല്ലെങ്കിൽ കൂടി നിങ്ങൾ ഇതൊക്കെ ലോഗ് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭീകരത ആക്ച്വലി മനസ്സിലാവുള്ളൂ. ഇതെല്ലാം എത്രത്തോളം ചിലവുണ്ട് നമുക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ലോഗ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. എന്തായാലും ചെയ്തിട്ടില്ലെങ്കിലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ജർമ്മൻ പ്രീമിയം കാർ അല്ലെങ്കിൽ ഒരു ലക്ഷറി കാർ എന്ന് പറയാവുന്ന ഒരു കാർ ഓൺ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയ ഡൗട്ടാണ് എന്താണ് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് കോസ്റ്റ് ടോട്ടലായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ടോട്ടൽ ഓണർഷിപ്പിലുള്ള എൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,762 യൂറോയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 2,33,000 രൂപ എനിക്ക് സർവീസിന് വേണ്ടി ചിലവായിട്ടുണ്ട് 3 വർഷത്തിനിടയ്ക്ക്. ഇത് ഇത്തിരോടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് ഏകദേശം 4.5 രൂപ സർവീസ് കോസ്റ്റ് മാത്രം ചിലവായിട്ടുണ്ട്. സർവീസ് ഇൻക്ലൂഡ്സ് ടയർ മാറിയത്, പുതിയ ടയർ ഞാൻ വാങ്ങിയിരുന്നു ഇടയ്ക്ക്, ഓയിൽ ചേഞ്ച് പലതവണ ചെയ്തു, ബൾബ് മാറുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഉള്ള കോസ്റ്റാണ് ഞാൻ പറയുന്നത്. 1 കിലോമീറ്ററിന് 4.5 രൂപ സർവീസിന് വേണ്ടി മാത്രം എനിക്ക് ഇതുവരെ ചിലവായിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് കോമ്പാക്ട് ആയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് എനിക്ക് പെട്രോളിന് മൊത്തം ചിലവായ കാര്യമാണ്. ഇതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലാത്ത കോസ്റ്റാണ്. അപ്പോൾ ഫുൾ നഷ്ടം വന്ന കാശ് തന്നെയാണ്. പെട്രോൾ ഇതുവരെ 4,123 ലിറ്റർ പെട്രോൾ
ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ചിലവ് വന്നത് 5885 ആണ് ചിലവ് വന്നത്. അത് ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4,96,647 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കാറ് 3 വർഷം കൊണ്ടിടക്കാൻ വേണ്ടിയിട്ട്. 3 വർഷവും 2 മാസവുമായി. അപ്പോൾ ഇത്രയും സമയത്തിന് വേണ്ടിയിട്ട് എനിക്ക് 4,96,000 രൂപ, ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ അടുത്ത മെയിൻ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ ആണ്. പ്രത്യേകിച്ച് ജർമ്മൻ വണ്ടികൾക്ക് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ്ഡ് കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ച് കുറവാണ്. പുതിയ കാർ നമ്മൾ മേടിച്ച് ഇറങ്ങുന്ന വഴി ഒരു 10-20% വാല്യൂ അതിൻ്റെ ഡ്രോപ്പ് ആവും. നമ്മൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ മേടിച്ചതിൻ്റെ 70% വിലയ്ക്കൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ യൂസ്ഡ് കാറാണ് വാങ്ങിയത്. ഞാൻ ഇനി വാങ്ങുവാണെങ്കിൽ അതാണ് വാങ്ങുള്ളൂ. കാരണം ഫിനാൻഷ്യലി ഉള്ള ഏറ്റവും നല്ല ഡിസിഷൻ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാറിന് ഡിപ്രീസിയേഷൻ ഇനത്തിൽ മാത്രം എനിക്ക് ഏകദേശം 6,500 യൂറോ നഷ്ടം വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 5.5 ലക്ഷം രൂപ എടുത്ത് റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഏകദേശം 5.5 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ ഇനത്തിൽ ഈ വണ്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് കുറവാണോ കൂടുതലാണെന്ന് വെച്ചാൽ അത് ആക്ച്വലി കൂടുതൽ തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു വണ്ടി മേടിക്കുമ്പോൾ 3 വർഷം കൊണ്ട് 5.5 ലക്ഷം നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു, 3 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടിക്ക് 4.5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്കെയറി ആയിട്ട് അതിൻ്റെ ഭീകരത മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ 3 വർഷം കൊണ്ട് ഇത്രയുടെ വില കൂടിയ വണ്ടി ആയതുകൊണ്ട് 3.5 വർഷം കൊണ്ട് എനിക്ക് ഏകദേശം 5.5 ലക്ഷം രൂപ ഡിപ്രീസിയേഷനിൽ മാത്രം നഷ്ടമുണ്ട്. അത് ഏകദേശം 6,500 യൂറോയാണ് ഞാൻ റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ വണ്ടി കൊണ്ട് നടക്കാൻ 3 വർഷവും 2 മാസവും 53,000 കിലോമീറ്റർ റഫ്ലി കൊണ്ട് നടക്കാൻ എനിക്ക് മൊത്തം ചിലവായിരിക്കുന്നത്. അതായത് വണ്ടി ഇപ്പം ഞാൻ വിറ്റാൽ എനിക്ക് കിട്ടുന്ന പൈസ അടക്കം ഞാൻ ഇതിൻ്റെ അകത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലവാക്കിയ പൈസ എത്രയാണോ അതിൽ നിന്ന് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ ഞാൻ കുറച്ച് ബാക്കിയുള്ള പൈസ മാത്രമേ ഞാൻ എൻ്റെ ചിലവായിട്ട് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 3 വർഷം കൊണ്ട് ഈ വണ്ടി 21,413 യൂറോ ചിലവായി. അതായത് ഏകദേശം 18,07,086 രൂപ ഈ വണ്ടി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 3 വർഷം കൊണ്ട് ചിലവായി. അത് ആക്ച്വലി ഞാൻ മൊത്തം ഇരുന്ന് എഴുതി കൂട്ടിയപ്പോൾ എനിക്ക് ഭീകരമായൊരു ചിലവായിട്ട് തോന്നിയത്. കാരണം 3 വർഷം കൊണ്ട് 18 ലക്ഷം രൂപ വണ്ടിക്ക് വേണ്ടി മാത്രം ചിലവാകേണ്ട ഒരു അവസ്ഥയാണ് ഈ കാര്യത്തിനുണ്ടായത്. അത് നമ്മൾ പെർ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.5 യൂറോ അല്ലെങ്കിൽ 1,562 രൂപ ഒരു ദിവസം വണ്ടിയിലേക്ക് വേണ്ടി മാത്രം കൊടുക്കണം. അപ്പോൾ 1,500 എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏതാണ്ട് 45,000 രൂപ വണ്ടിയിലേക്ക് മാത്രം. അത് തിരിച്ചു കിട്ടുന്ന പൈസയേ അല്ല, നമ്മൾ ഡിപ്രീസിയേഷൻ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം 1,500 രൂപ വണ്ടിക്ക് വേണ്ടി മാത്രം ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മുഴുവൻ ഞാനിങ്ങനെ എഴുതി കൂട്ടിയതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും വണ്ടി മൊത്തം 3 വർഷം കൊണ്ട് ഇപ്പം ഞാനിത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം എനിക്ക് ചിലവായി. ഇനി അത് കിലോമീറ്ററിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഓടാൻ 66 രൂപ എനിക്ക് ചിലവായി. അത് യൂറോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.776 യൂറോ പെർ കിലോമീറ്റർ ഓടിയ ഓരോ കിലോമീറ്ററിനും 66 വെച്ച് ചിലവായിട്ടുണ്ട്. വണ്ടിയുടെ എല്ലാ ചിലവുകളും കൂടെ കൂട്ടിയിട്ട് പെട്രോൾ, ടയർ, മെയിൻ്റനൻസ്, റിപ്പയർ, ടാക്സ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ എല്ലാം കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇൻഡിവിജ്വൽ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 1 കിലോമീറ്റർ കൊണ്ട് നടക്കാൻ 66 രൂപ ചിലവായിട്ടുണ്ട്. അപ്പം മൊത്തം 18 ലക്ഷം രൂപ ഒരു വണ്ടിക്ക് ചിലവ് 3 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 6 ലക്ഷം രൂപ വണ്ടിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അത് വലിയൊരു ചിലവാണ്. അത് ഫിനാൻഷ്യലി ഒരു നല്ല ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല വണ്ടി മേടിക്കുക എന്ന് പറയുന്നത്. പക്ഷേ വുഡ് ഐ ഡു ഇറ്റ് അഗൈൻ? ഡെഫിനറ്റ്ലി. കാരണം വണ്ടികൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതൊരു വലിയ ചിലവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അയാൾക്ക് ഏകദേശം എത്ര രൂപ അയാളുടെ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പ്രീമിയം കാറിന് ചെറിയൊരു കാറൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചിലവ് വരില്ല. ആക്ച്വലി ഡിപ്രീസിയേഷൻ ഒക്കെ അതിന് കുറവാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഒരു ഇൻഫോംഡ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണേലും താങ്ക് യു ഫോർ വാച്ചിങ്.